അമേരിക്കയിൽ നിന്ന് ഒരു കൊലപാതകത്തിന്റെ വാർത്ത, അവിടെ രാഷ്ട്രീയ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നു. മിനസോട്ട ജനപ്രതിനിധിയെയും അവരുടെ ഭർത്താവിനെയും വെടിവെച്ച് കൊലപ്പെടുത്തി. രാഷ്ട്രീയ ആക്രമണമെന്ന് മിനസോട്ട ഗവർണർ പറഞ്ഞു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അമേരിക്കയിൽ അത്ര സാധാരണമല്ല എന്ന് തോന്നുന്നു. കാര്യം രാഷ്ട്രപതിമാരെയൊക്കെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ചരിത്രമുണ്ടെങ്കിൽ പോലും. പറയൂ. SKN പറഞ്ഞത് ശരിയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലകൾ അമേരിക്കയിൽ അങ്ങനെ കേൾക്കാറേ ഇല്ല. നേരത്തെ ഈ പ്രസിഡന്റ് കെന്നഡി ഉൾപ്പെടെയുള്ള ചില വധശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ വാർത്ത വരുന്നത് മിനിസോട്ടയിൽ നിന്നാണ്. സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് മെലീസ ഹോൾമനെയും അതുപോലെ ഭർത്താവിനെയുമാണ് വെടിവെച്ച് കൊന്നത്. പോലീസ് വേഷത്തിൽ ധരിച്ച ആയുധധാരിയായിട്ട് വന്ന ഒരാളാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് പറയുകയുണ്ടായി. ഇവര് മറ്റൊരു സെനറ്ററിനെയും കൂടെ ഇയാൾ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ആ സെനറ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ജോൺ എ ഹോഫ്മാനെയാണ് ഈ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ രണ്ടുപേരും ഡെമോക്രാറ്റ്സ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരാണ്. മിനിസോട്ടയിലെ ബ്രൂക്ലിൻ പാർക്കിലെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഗവർണർ ടിം ബോൾസും ഇത് മാധ്യമങ്ങളെ ഔദ്യോഗികമായിട്ട് ഇന്ന് രാവിലെ അറിയിക്കുകയുണ്ടായി. ഈ ആയുധധാരിയുടെ കാറിൽ നിന്ന് ഒരു കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൊല്ലണ്ടിയ ഒരു കൂട്ടം ആൾക്കാരുടെ ലിസ്റ്റ് അതിൽ എഴുതിയിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടവരുടെയും ഈ വെടിയേറ്റവരുടെയും പേരുകളൊക്കെ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ഏതാണ്ട് 20 വർഷത്തോളം സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ മരിച്ച മെലീസ. അതുപോലെ തന്നെ ഇവർ ഇത് കൂടാതെ വക്കീലായിട്ടും പണിയെടുക്കുന്നുണ്ടായിരുന്നു. FBI ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. SKN.